ഹലോ, ആഗമെജി ടോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് 10ാം ക്ലാസ് ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഒരു അനാലിസിസ് ആണ്. അപ്പോൾ നമുക്കറിയാവുന്ന പോലെ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന് പറയുന്ന ചാപ്റ്റർ എഴുതിയിരിക്കുന്നത് റസ്കിൻ ബോണ്ട് ആണ്. അപ്പോൾ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ അത് എഴുതിയിരിക്കുന്നത് റസ്കിൻ ബോണ്ട് എന്ന് പറയുന്ന എഴുത്തുകാരനാണ്. അതെല്ലാവർക്കും അറിവുണ്ടായിരിക്കും അല്ലേ. അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന് പറയുന്ന കഥ സെറ്റ് ചെയ്തിരിക്കുന്നത് ഡെറാഡൂൺ എന്ന് പറയുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ ദഹ്റ എന്ന് പറയുന്ന സ്ഥലത്താണ് ആ കഥ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു സെമി ഓട്ടോബയോഗ്രഫിക്കൽ റൈറ്റിംഗ് ആണ് റസ്കിൻ ബോണ്ടിൻ്റെ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ധാരാളം കഥാപാത്രങ്ങൾ കടന്നു വരുന്നുണ്ട്. ഇതിലെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് ദ ബോയ് എന്ന് പറയുന്ന ക്യാരക്ടറാണ്. ദ ബോയ് എന്ന് പറയുന്ന ക്യാരക്ടറിന് പ്രത്യേകിച്ച് പേരുകളൊന്നും കൊടുക്കുന്നില്ലെങ്കിൽ പോലും ക്രിട്ടിക്സ് പറയുന്നത് അത് റസ്കിൻ ബോണ്ട് തന്നെയാണ് എന്നാണ്. അപ്പോൾ എന്തായാലും കഥയിലേക്ക് കടക്കാം. ആദ്യത്തെ പാരഗ്രാഫ്. ദോ ദ ഹൗസ് ആൻഡ് ദ ഗ്രൗണ്ട്സ് ഓഫ് അവർ ഹോം ഇൻ ഇന്ത്യ വർ ഗ്രാൻഡ് ഫാദേഴ്സ് ഡൊമൈൻ. ഇന്ത്യയിലുള്ള ഞങ്ങളുടെ വീടും സ്ഥലവുമൊക്കെ അതിൻ്റെ അധികാരം എന്ന് പറയുന്നത് ഗ്രാൻഡ് ഫാദറിനാണ്. കാരണം അദ്ദേഹമാണ് ആ വീടും സ്ഥലവുമൊക്കെ നോക്കി നടത്തുന്നത്. ദ മാഗ്നിഫിഷ്യൻറ്റ് ഓൾ ബനിയൻ ട്രീ വാസ് മൈൻ ചീഫ്ലി ബിക്കോസ് ഗ്രാൻഡ് ഫാദർ അറ്റ് ദ ഏജ് ഓഫ് 65 കുഡ് നോ ലോങ്ങർ ക്ലൈംബ് ഇറ്റ്. പക്ഷേ ആ ഒരു സ്ഥലത്ത് നിൽക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള വലിയ ആ ഒരു ആൽമരം എന്ന് പറയുന്നത് എൻ്റേതാണ്. കാരണം ഗ്രാൻഡ് ഫാദറിന് 65 വയസ്സോളം പ്രായമുണ്ട്. അദ്ദേഹത്തിന് ഇനി ആ മരത്തിൻ്റെ മുകളിൽ കയറാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ മരം എന്ന് പറയുന്നത് എൻ്റേതാണ്. Grandmother used to tease him about this and would speak of certain Countess of Desmond, an English woman who lived to the age of 117 and would have lived longer if she hadn't fallen while climbing an apple tree. അപ്പോൾ മുത്തശ്ശൻ്റെ പ്രായത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പലപ്പോഴും മുത്തശ്ശി കളിയാക്കാറുണ്ട്. കൗണ്ടസ് ഓഫ് ഡെസ്മോണ്ട് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് ലേഡി, അവർ 117 വയസ്സ് വരെ ജീവിച്ചിരുന്നു. അവരെങ്ങനെ ഒരു ആപ്പിൾ മരത്തിൽ കയറാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിൽ താഴേക്ക് വീണിട്ടാണ് അവർ മരിച്ചു പോയത്. അതുകൊണ്ട് തന്നെ ആ കാര്യം പറഞ്ഞുകൊണ്ട് മുത്തശ്ശനെ പലപ്പോഴും മുത്തശ്ശി കളിയാക്കാറുണ്ട്. നിങ്ങളൊരിക്കലും ആ മരത്തിൻ്റെ മുകളിൽ വലിഞ്ഞു കയറാൻ ശ്രമിക്കരുത്, ആ കൗണ്ടസ് ഓഫ് ഡെസ്മോണ്ടിനെ പോലെ നിങ്ങളും താഴേക്ക് വീണ് മരിച്ചു പോകുന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി കളിയാക്കാറുണ്ടായിരുന്നു. ആൻഡ് വുഡ് ഹാവ് ലിവ് ലോങ്ങർ ഇഫ് ഷീ ഹാഡിൻ ഫോളൻ വൈൽ ക്ലൈംബിംഗ് ആൻ ആപ്പിൾ ട്രീ. The spreading branches of the banyan tree which curved to the ground and took root again. ഇവിടെ പറയുന്നത് ആ ഒരു ബനിയൻ ട്രീൻ്റെ ആൽമരത്തിൻ്റെ മനോഹരമായിട്ടുള്ള ആ ഒരു വ്യൂ ആണ് പറയുന്നത്. അതിൻ്റെ ശാഖകളൊക്കെ വളഞ്ഞ് ഈ ഭൂമിയെ തൊടുന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഫോമിങ് എ മെയ്സ് ഓഫ് ആർച്ച്, ഒരു ആർച്ചിൻ്റെ രൂപത്തിലായിരുന്നു അതിൻ്റെ ശാഖകളൊക്കെ നിന്നിരുന്നത്. ആൻഡ് ഗേവ് മീ എൻഡ്ലെസ് പ്ലഷർ. ആ കാഴ്ച കാണുമ്പോൾ, ആ ആൽമരം കാണുമ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം കിട്ടിയിരുന്നു. ദ ട്രീ വാസ് ഓൾഡർ ദാൻ ദ ഹൗസ്. ആ ആൽമരം എന്ന് പറയുന്നത് ആ വീടിനേക്കാൾ പഴക്കമുണ്ടായിരുന്നു. ഓൾഡർ ദാൻ ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് ഫാദറിനേക്കാൾ പ്രായമുണ്ട്. അതായത് ഗ്രാൻഡ് ഫാദറിന് 65 വയസ്സ് പ്രായമുണ്ട്. അതിനേക്കാൾ പ്രായമുള്ള ഒരു ആൽമരമായിരുന്നു അത്. ആസ് ഓൾഡ് ആസ് ദ ടൗൺ ഓഫ് ദഹ്റ. ഡെറാഡൂൺ എന്ന് പറയുന്ന ആ ടൗണിൻ്റെ അത്രത്തോളം പ്രായം ആ ആൽമരത്തിനുണ്ടായിരുന്നു. നെസ്ലിംഗ് ഇൻ ദ വാലി അറ്റ് ദ ഫൂട്ട് ഓഫ് ഹിമാലയാസ്. ഈ ഒരു ഗ്രാമം അല്ലെങ്കിൽ ദഹ്റ എന്ന് പറയുന്ന സ്ഥലവും ആ ആൽമരവും ഒക്കെ സ്ഥിതി ചെയ്യുന്നത് ഹിമാലയത്തിൻ്റെ താഴ്വാരങ്ങളിലായിരുന്നു. സോ വി ആർ മൂവിങ് ഇൻ ടു ദ സെക്കൻഡ് പാരഗ്രാഫ്. മൈ ഫേസ്റ്റ് ഫ്രണ്ട് ആൻഡ് ഫെമിലിയർ വാസ് എ സ്മോൾ ഗ്രേ സ്ക്വിറൽ. അപ്പോൾ കുട്ടി വെക്കേഷൻ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഗ്രാൻഡ് ഫാദറിൻ്റെയും ഗ്രാൻഡ് മദറിൻ്റെയൊക്കെ വീട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ അവൻ പറയാണ്, ആ ദഹ്റയിലേക്ക് വന്നിട്ട് അവൻ്റെ ആദ്യത്തെ കൂട്ടുകാരൻ എന്ന് പറയുന്നത് ഒരു ഗ്രേ സ്ക്വിറലായിരുന്നു, ഒരു ചെറിയ അണ്ണാൻ കുട്ടിയായിരുന്നു. ആർച്ചിങ് ഹിസ് ബാക്ക് ആൻഡ് സ്നിഫിങ് ഇൻ ടു ദ എയർ. ആദ്യമായിട്ട് ആ അണ്ണാനെ കാണുന്ന സമയത്ത് അവൻ ആ വാലുകളൊക്കെ വളച്ചു പിടിച്ചുകൊണ്ട് സ്നിഫിങ് ഇൻ ടു ദ എയർ, ഇങ്ങനെ മണം പിടിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ഹി സീംഡ് അറ്റ് ഫേസ്റ്റ് ദ റിസെൻറ്റ് മൈ ഇൻവേഷൻ ഓഫ് ഹിസ് പ്രൈവസി. ആദ്യമൊന്നും ഞാൻ ആ ആൽമരത്തിലേക്ക് പോകുന്നത് അവന് ഇഷ്ടമുണ്ടായിരുന്നില്ല. കാരണം അവൻ്റെ പ്രൈവസിയിലേക്ക്, അവൻ്റെ ആ ഒരു വീട്ടിലേക്കാണ് ഞാൻ കയറി ചെല്ലുന്നത്. അതുകൊണ്ട് തന്നെ അതിനോട് അവന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. But when he found that I did not arm myself with catapult or air gun, he became friendlier. എൻ്റെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല, എൻ്റെ കയ്യിൽ ചവണയോ അതുപോലെ തന്നെ എയർ ഗണ്ണോ ഇങ്ങനെയുള്ള ആയുധങ്ങളൊന്നുമില്ല എന്നവൻ മനസ്സിലാക്കി കഴിഞ്ഞപ്പം അവൻ എന്നോട് ഫ്രണ്ടാകാൻ, എൻ്റെ ഒരു കൂട്ടുകാരനാകാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആൻഡ് വെൻ ഐ സ്റ്റാർട്ടഡ് ലീവിങ്
പീസസ് ഓഫ് കേക്ക്സ് ആൻഡ് ബിസ്ക്കറ്റ്സ്. അങ്ങനെ ഞാൻ പതുക്കെ അവന് ബിസ്ക്കറ്റിൻ്റെ കഷ്ണങ്ങളും അതുപോലെ തന്നെ കേക്കിൻ്റെ കഷ്ണങ്ങളും ഒക്കെ കൊടുക്കാൻ വേണ്ടി തുടങ്ങി. ഹീ ഗ്രൂ ബോൾഡർ ആൻഡ് ഫൈനലി ബിക്കെയിം ഫെമിലിയർ ഇനഫ് ടു ടേക്ക് ഫുഡ് ഫ്രം മൈ ഹാൻഡ്സ്. അങ്ങനെ പതുക്കെ പതുക്കെ അവൻ എന്നോട് വളരെ പരിചയത്തിലായി മാറി. അതോടൊപ്പം എൻ്റെ കയ്യിൽ വന്നിട്ട് ഭക്ഷണ സാധനങ്ങളൊക്കെ എടുക്കുന്ന അത്രത്തോളം ബോൾഡായിട്ട് അല്ലെങ്കിൽ അത്രത്തോളം ക്ലോസ് ആയ ഒരു ഫ്രണ്ടായി അവൻ മാറി. Before long, he was delving into my pockets and helping himself to whatever he could find. പിന്നെ പതുക്കെ പതുക്കെ അവൻ എൻ്റെ കീശേൻ്റെ ഉള്ളിൽ തന്നെ കടന്നു ചെന്ന് അവന് വേണ്ട കാര്യങ്ങളൊക്കെ തിരഞ്ഞെടുക്കുന്ന അത്രത്തോളം ക്ലോസ് ആയിട്ട് അവൻ മാറി. ഹി വാസ് വെരി യങ് സ്ക്വിറൽ, വളരെ ചെറിയൊരു അണ്ണാൻകുട്ടിയായിരുന്നു അവൻ. ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് പ്രോബബ്ലി തോട്ട് ഹിം ഹെഡ് സ്ട്രോങ് ആൻഡ് ഫോളിഷ് ഫോർ ട്രസ്റ്റിംഗ് എ ഹ്യൂമൻ. ചിലപ്പോൾ ആ അണ്ണാൻ്റെ റിലേറ്റീവ്സും അവൻ്റെ ആ ഒരു ഫാമിലി മെമ്പേഴ്സൊക്കെ ചിന്തിക്കുന്നുണ്ടാവും അവൻ വളരെ ശുദ്ധ മണ്ടനാണ്, കാരണം മനുഷ്യന്മാരെ വിശ്വസിക്കുന്ന അത്രത്തോളം മണ്ടനായിട്ടുള്ളൊരു മൃഗമാണ് അവനെന്ന് അവൻ്റെ ആ ഒരു കുടുംബക്കാരും അവൻ്റെ റിലേറ്റീവ്സും ഒക്കെ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. ഇൻ ദ സ്പ്രിംഗ് വെൻ ദ ബനിയൻ ട്രീ വാസ് ഫുൾ ഓഫ് സ്മോൾ റെഡ് ഫിഗ്സ്. സ്പ്രിംഗ് സീസൺ ആയിക്കഴിഞ്ഞാൽ ആ ബനിയൻ ട്രീയിൽ, ആ ആൽമരത്തിൻ്റെ മുകളിൽ ചുവന്ന നിറത്തിലുള്ള ധാരാളം ഫിഗ്സ്, അത്തിപ്പഴങ്ങൾ ഉണ്ടാവാറുണ്ട്. ബേർഡ്സ് ഓഫ് ഓൾ കൈൻഡ്സ് വുഡ് ഫ്ലോക്ക് ഇൻ ടു ദാറ്റ് ബ്രാഞ്ചസ്. പലതരത്തിലുള്ള പക്ഷികൾ കൂട്ടമായിട്ട് ആ ആൽമരത്തിൻ്റെ ബ്രാഞ്ചസിലേക്ക് വരാറുണ്ട്. ദ റെഡ് ബോട്ടം ബുൾബുൾ എന്ന് പറയുന്ന പക്ഷി ചിയർഫുൾ ആൻഡ് ഗ്രീഡി, വളരെ ചിയർഫുള്ളാണ്, അതുപോലെ തന്നെ അത്യാർത്തി കാണിക്കുന്ന ഒരു പക്ഷി കൂടിയാണ്. ഗോസിപ്പിംഗ് റോസി പാസ്റ്റേഴ്സ്, അതുപോലെ തന്നെ നല്ല ഗോസിപ്പ് പറയുന്ന പാസ്റ്റേഴ്സ്, ആ ഒരു തത്തയെ പോലുള്ള പക്ഷികളൊക്കെ അങ്ങോട്ടേക്ക് വരാറുണ്ട്. ആൻഡ് പാരറ്റ്സ് ആൻഡ് ക്രോസ്. ഇപ്പോൾ പാരറ്റ്സ് അതായത് തത്തകൾ വരാറുണ്ട്, കാക്കകൾ വരാറുണ്ട്. സ്ക്വാബ്ലിംഗ് വിത്ത് ഈച്ച് അതർ ഓൾ ദ ടൈം. ഈ പക്ഷികളൊക്കെ ആ മരത്തിൽ വന്നു കഴിഞ്ഞാൽ സ്ക്വാബ്ലിംഗ് വിത്ത് ഈച്ച് അതർ, അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലുന്ന ശബ്ദം ഉച്ചത്തിൽ കേൾക്കാൻ വേണ്ടി സാധിക്കും. ഡ്യൂറിങ് ദ ഫിഗ് സീസൺ ദ ബനിയൻ ട്രീ വാസ് ദ നോയ്സസ് പ്ലേസ് ഓൺ ദ റോഡ്. ആ ഒരു സ്പ്രിംഗ് സീസൺ ആയിക്കഴിഞ്ഞാൽ, ആ ഫിഗ് ഉണ്ടാവുന്ന, അത്തിപ്പഴം ഉണ്ടാവുന്ന സമയമായി കഴിഞ്ഞാൽ ആ പ്രദേശത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഒച്ചപ്പാടുണ്ടാവുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഈ പറയുന്ന ആൽമരമായിരുന്നു. Halfway up the tree, I had built a small platform on which I would often spend the afternoons when it wasn't too hot. അങ്ങനെ ഞാൻ ആ ആൽമരത്തിൻ്റെ മുകളിൽ പകുതിയായിട്ട് അവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി. അതായത് ഇരിക്കാനും വായിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഞാൻ അവിടെ ഉണ്ടാക്കി. അപ്പോൾ അധികം ചൂടൊന്നുമില്ലാത്ത ദിവസങ്ങളിൽ ഞാൻ അതിൻ്റെ മുകളിൽ പോയി ഇരിക്കാറുണ്ടായിരുന്നു. ഐ കുഡ് റീഡ് ദെയർ. അവിടെ പോയി ഇരിക്കുന്നതിലൂടെ എനിക്ക് വായിക്കാൻ വേണ്ടി സാധിക്കും. പ്രോപ്പിംഗ് മൈസെൽഫ് അപ്പ് അഗെയിൻസ്റ്റ് ദ ബോൾ ഓഫ് ദ ട്രീ വിത്ത് കുഷൻ ടേക്കൺ ഫ്രം ദ ഡ്രോയിങ് റൂം. അപ്പോൾ ആ മരത്തിൽ ചാരി ഇരിക്കാൻ വേണ്ടി നമ്മളുടെ കുട്ടി ആ ഒരു ഡ്രോയിങ് റൂമിൽ നിന്ന് ഒരു കുഷ്യൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ആ കുഷ്യൻ ഇങ്ങനെ ചാരി ഇട്ടിട്ട് അതിലിങ്ങനെ ചാരി ഇരുന്നുകൊണ്ടായിരുന്നു അവൻ പുസ്തകങ്ങളൊക്കെ വായിച്ചിരുന്നത്. ആൻഡ് ട്രഷർ ഐലൻഡ്, ഹക്കിൾബറി ഫിൻ ആൻഡ് ദ മൗഗ്ലി സ്റ്റോറീസ് ആൻഡ് ദ നോവൽസ് ഓഫ് എഡ്ഗാർ റൈസ് ബറോസ് ആൻഡ് ലൂയിസ മേ ആൽക്കോട്ട് മെയ്ഡ് അപ്പ് മൈ ബാഗ് ഓഫ് വെരി മിക്സഡ് റീഡിങ്. ധാരാളം പുസ്തകങ്ങൾ കുട്ടി അവിടെ ഇരുന്ന് വായിച്ചിട്ടുണ്ടായിരുന്നു. ട്രഷർ ഐലൻഡ് എന്ന് പറയുന്ന പുസ്തകം, ഹക്കിൾബറി ഫിൻ എന്ന് പറയുന്ന പുസ്തകം, അതുപോലെ മൗഗ്ലി സ്റ്റോറീസ്, എഡ്ഗാർ റൈസിൻ്റെ നോവലുകൾ, ലൂയിസ മേ ആൽക്കോട്ടിൻ്റെ നോവലുകൾ, ഇങ്ങനെ പലതരത്തിലുള്ള കഥകളും നോവലുകളും ഒക്കെ ആയിരുന്നു ആ മരത്തിന് മുകളിൽ ഇരുന്നു കൊണ്ട് കുട്ടി വായിച്ചിരുന്നത്. വെൻ ഐ ഡിഡ് നോട്ട് ഫീൽ ലൈക്ക് റീഡിങ്, എനിക്ക് വായിക്കാൻ താല്പര്യമില്ലാത്ത സമയങ്ങളിൽ ഐ കുഡ് ലുക്ക് ഡൗൺ ത്രൂ ദ ബനിയൻ ലീവ്സ് അറ്റ് ദ വേൾഡ് ബിലോ. ആൽമരത്തിൻ്റെ ഇലകൾക്കിടയിലൂടെ ഞാൻ താഴേക്ക് എൻ്റെ ചുറ്റുപാടിനെ ഞാൻ നോക്കാറുണ്ടായിരുന്നു. അറ്റ് ഗ്രാൻഡ് മദർ ഹാങ്ങിങ് അപ്പ് ഓർ ടേക്കിംഗ് ഡൗൺ ദ വാഷിംഗ്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഞാൻ കാണുന്ന കാഴ്ചകളെന്ന് പറഞ്ഞാൽ എൻ്റെ ഗ്രാൻഡ് മദർ വസ്ത്രങ്ങളൊക്കെ അലക്കുന്നതും അലക്കിയ വസ്ത്രങ്ങളൊക്കെ ഉണങ്ങാൻ കൊണ്ടിടുന്നതും ഒക്കെ ഞാൻ കാണാറുണ്ട്. At the cook quarreling with the fruit vendor, or the grandfather grumbling at the hardy Indian marigolds which insisted on springing up all over his very English garden. അതുപോലെ തന്നെ ഞങ്ങളുടെ വീട്ടിലെ പാചകക്കാരൻ അവിടേക്ക് വരുന്ന പച്ചക്കറി കച്ചവടക്കാരുമായിട്ടൊക്കെ അടി ഉണ്ടാക്കുന്നത്, അതായത് വില പേശുന്നതൊക്കെ ഞാൻ കാണാറുണ്ട്. എൻ്റെ ഗ്രാൻഡ് ഫാദർ അദ്ദേഹത്തിൻ്റെ ആ ഇംഗ്ലീഷ് ഗാർഡനിൽ നിന്ന് മാരിഗോൾഡ്സ് ഒക്കെ പറിച്ചു കളയുന്നതും ഞാൻ കാണാറുണ്ട്. യൂഷ്വലി നത്തിങ് വെരി എക്സൈറ്റിംഗ് ഹാപ്പൻഡ് വൈൽ ഐ വാസ് ഇൻ ദ ബനിയൻ ട്രീ. ഞാൻ ആ ആൽമരത്തിൻ്റെ മുകളിലിരുന്ന് സാധാരണ നോക്കുന്ന സമയത്ത് അത്ര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാഴ്ചയും എനിക്ക് കാണാൻ വേണ്ടി ഉണ്ടായിരുന്നില്ല. And while I was in the banyan tree, but on one particular afternoon, I had enough excitement to last me through the summer. പക്ഷേ ഒരു ദിവസം ഉച്ച കഴിഞ്ഞിട്ട് എനിക്ക് ആ ഒരു സമ്മർ സീസൺ മൊത്തം ഓർത്തിരിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഇൻസിഡൻറ്റ് അവിടെ സംഭവിച്ചു. ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള വളരെ ആകാംക്ഷ ജനിപ്പിക്കുന്ന ഒരു കാര്യം അവിടെ സംഭവിച്ചിരുന്നു. It was the time I saw a mongoose and cobra fight to death in the garden.
ഒരു കോബ്രയും അതുപോലെ തന്നെ ഒരു മംഗൂസും ഒരു പാമ്പും കീരിയും തമ്മിൽ മരണ പോരാട്ടം നടത്തുന്ന കാഴ്ചയായിരുന്നു ഞാൻ കണ്ടത്. വൈൽ ഐ സാറ്റ് ഡയറക്ട്ലി എബോവ് ദം ഇൻ ദ ബനിയൻ ട്രീ. അവർ തമ്മിലുള്ള ആ യുദ്ധം നടക്കുന്ന സമയത്ത് ആ ഒരു കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് അവർക്ക് മുകളിലായിട്ട് ആൽമരത്തിൻ്റെ മുകളിൽ ഞാൻ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇറ്റ് വാസ് ആൻ ഏപ്രിൽ ആഫ്റ്റർനൂൺ ആൻഡ് ദ വാം ബ്രീസസ് ഓഫ് അപ്രോച്ചിങ് സമ്മർ ഹാഡ് സെൻറ്റ് എവ്രി വൺ ഇൻക്ലൂഡിങ് ഗ്രാൻഡ് ഫാദർ ഇൻഡോസ്. ഏപ്രിൽ മാസത്തിലാണ് ഇത് സംഭവിച്ചത്. ഏപ്രിൽ മാസത്തിൽ നല്ല ചൂടുള്ള ഒരു കാലാവസ്ഥ, നല്ല ചൂട് കാറ്റൊക്കെ വീശുന്ന സമയത്ത് വളരെ ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാരും വീടിൻ്റെ ഉള്ളിലായിരുന്നു. I was feeling drowsy myself and was wondering if I should go to the pond behind the house for a swim. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഉറക്കമൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ കുട്ടി ആ ഒരു ആൽമരത്തിൻ്റെ മുകളിൽ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് അവന് നല്ലോണം ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ അവൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ വീടിന് പുറകിലുള്ള ആ ഒരു പോണ്ടിൽ പോയിട്ട് ഒന്ന് നീന്തിയാലോ എന്നവന് ആലോചിച്ചു. When I saw a huge black cobra gliding out of the clump of cactus and making for some cooler part of the garden. അങ്ങനെ ആ ഒരു പോണ്ടിലേക്ക് പോകാൻ തീരുമാനിച്ച് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ഒരു കോബ്ര അവിടെ ഉണ്ടായിരുന്ന കള്ളിമുൾ ചെടികൾക്കിടയിൽ നിന്ന് പുറത്തേക്ക് ഗ്ലൈഡ് ചെയ്യുന്നത്, ഇഴഞ്ഞു വരുന്നത് ആ കുട്ടി കണ്ടു. അറ്റ് ദ സെയിം ടൈം എ മംഗൂസ്, അതേ സമയത്ത് തന്നെ ഒരു കീരി കൂടെ അങ്ങോട്ടേക്ക് വന്നു. ഹും ഐ ഹാഡ് ഓഫ്റ്റൻ സീൻ. കുട്ടി ഇടയ്ക്കിടയ്ക്ക് ആ ഗാർഡനിൽ കാണാറുണ്ടായിരുന്ന ഒരു കീരിയായിരുന്നു അത്. എമേഴ്സ് ഫ്രം ദ ബുഷസ് ആൻഡ് വെൻ സ്ട്രെയിറ്റ് ഫോർ ദ കോബ്ര. ആ ഒരു ബുഷസിൻ്റെ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ചെടികൾക്കിടയിൽ നിന്നാണ് ആ മംഗൂസ് വന്നത്. ആ ഒരു കീരി പുറത്തേക്ക് വന്നത്. എന്നിട്ട് നേരെ ആ ഒരു കോബ്രയുടെ അടുത്തേക്ക് പോയി. ഇൻ എ ക്ലിയറിംഗ് ബിനീത്ത് ദ ട്രീ ഇൻ എ ബ്രൈറ്റ് സൺഷൈൻ ദേ കെയിം ഫേസ് ടു ഫേസ്. വളരെ തെളിഞ്ഞ ആ ഒരു കാലാവസ്ഥയിൽ ആ ഒരു ആൽമരത്തിൻ്റെ ചോട്ടിൽ വെച്ച് ആ രണ്ട് ശത്രുക്കളും മുഖത്തോട് മുഖം വന്നു. കോബ്ര ന്യൂ ഓൺലി ടു വെൽ ദാറ്റ് ദ ഗ്രേ മംഗൂസ്. കോബ്രയ്ക്ക് തൻ്റെ എതിരാളിയായിട്ടുള്ള മംഗൂസിനെ കുറിച്ച് നല്ല അറിവുണ്ട്. 3 feet long was a super fighter. അപ്പം മംഗൂസ് എന്ന് പറയുന്നത് 3 അടി മാത്രം വലിപ്പമുള്ള ഒരു ജീവിയായിരുന്നു. ആൻഡ് സൂപ്പർ ഫൈറ്റർ, വളരെ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ഫൈറ്റർ കൂടിയായിരുന്നു നമ്മളുടെ മംഗൂസ് എന്ന് പറയുന്നത്. ആൻഡ് ക്ലെവർ ആൻഡ് അഗ്രസീവ്, വളരെ ബുദ്ധിശാലിയാണ്, അതോടൊപ്പം തന്നെ എഗ്രസീവ്, അതായത് എത്രയും പെട്ടെന്ന് മറ്റൊരാളെ ആക്രമിക്കാനുള്ള കഴിവും അവനുണ്ടായിരുന്നു. ബട്ട് ദ കോബ്ര വാസ് സ്കിൽഫുൾ ആൻഡ് എക്സ്പീരിയൻസ് ഫൈറ്റർ ടു. പക്ഷേ എതിരാളിയായിട്ടുള്ള നമ്മളുടെ പാമ്പും വളരെ നല്ല സ്കിൽഫുള്ളായിട്ടുള്ള ധാരാളം അനുഭവ സമ്പത്തുള്ള ഒരു ഫൈറ്ററായിരുന്നു. ഹീ കുഡ് മൂവ് സ്വിഫ്റ്റ്ലി ആൻഡ് സ്ട്രൈക്ക് വിത്ത് ദ സ്പീഡ് ഓഫ് ലൈറ്റ്. വളരെ വേഗത്തിൽ മൂവ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു വെളിച്ചത്തിൻ്റെ വേഗത്തിൽ ഒരാളെ സ്ട്രൈക്ക് ചെയ്യാൻ, കൊത്താനുമുള്ള കഴിവ് ആ പാമ്പിനുണ്ടായിരുന്നു. ആൻഡ് ദ സാക്സ് ബിഹൈൻഡ് ഹിസ് ലോങ് ഷാർപ്പ് ഫാങ്സ് വെർ ഫുൾ ഓഫ് ഡെഡ്ലി വെനം. അവൻ്റെ ആ നീണ്ട് കൂർത്തു നിൽക്കുന്ന ആ പല്ലുകൾക്ക് പിറകിലായിട്ട് വിഷം നിറച്ചിട്ടുള്ള സഞ്ചികളുണ്ട്. അപ്പോൾ അത് കൊണ്ട് കയറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഓപ്പോസിറ്റുള്ള ആ ഒരു ശത്രു മരിച്ചു പോയേ ഉള്ളൂ. ഇറ്റ് വാസ് ടു ബി എ ബാറ്റിൽ ഓഫ് ചാമ്പ്യൻസ്. സത്യത്തിൽ ഇനി അവിടെ നടക്കാൻ വേണ്ടി പോകുന്നത് ഒരു യുദ്ധം, അതായത് ചാമ്പ്യൻസ് തമ്മിലുള്ള അല്ലെങ്കിൽ വിജയികൾ തമ്മിലുള്ള ഒരു യുദ്ധമാണ് ഇനി അവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. ഹിസിങ് ഡിഫിയൻസ്, ഹിസ് ഫോക്ക് ടങ് ഡാർട്ടിങ് ഇൻ ആൻഡ് ഔട്ട്. നമ്മളുടെ കോബ്ര യുദ്ധത്തിന് റെഡിയായി അങ്ങനെ നിൽക്കുകയാണ്. അതായത് അവൻ ഒരു വെല്ലുവിളിക്കുന്നത് പോലെ ആ ഒരു കോബ്ര തൻ്റെ ശബ്ദമൊക്കെ ഉണ്ടാക്കി, എന്നിട്ട് അവൻ്റെ ആ ഒരു ഫോർക്ക് പോലുള്ള ആ ഒരു ടങ്സൊക്കെ, നാവൊക്കെ പുറത്തേക്ക് ഇട്ടുകൊണ്ട് അവിടെ നിന്നു. ദ കോബ്ര റേസ് 3 of his 6 feet ഓഫ് ദ ഗ്രൗണ്ട്. തൻ്റെ 6 അടി ശരീരത്തിൽ 3 അടിയോളം ഇങ്ങനെ ഉയർത്തി പിടിച്ചുകൊണ്ടാണ് കോബ്ര ഫൈറ്റിന് റെഡിയായത്. ആൻഡ് ദ സ്പ്രെഡ് ഹിസ് ബ്രോഡ് സ്പെക്ടാക്കിൾ ഹുഡ്. എന്നിട്ട് അവൻ്റെ പത്തിയൊക്കെ വിടർത്തി അങ്ങനെ നിന്നു. ദ മംഗൂസ് ബൂസ്റ്റ് ഹിസ് ടെയിൽ. മംഗൂസ് ആണെങ്കിൽ യുദ്ധത്തിന് റെഡിയാവാണ്, അവൻ്റെ വാലൊക്കെ ചുരുട്ടി അങ്ങനെ നിൽക്കുകയാണ്. ആൻഡ് ദ ലോങ് ഹെയർ ഓൺ ഹിസ് സ്പൈൻ സ്റ്റൂഡ് അപ്പ്. അവൻ്റെ ശരീരത്തിലുള്ള ആ രോമങ്ങളൊക്കെ എഴുന്നേറ്റ് നിന്നു. ഇൻ ദ പാസ്റ്റ് ദ വെരി തിക്നെസ് ഓഫ് ഹിസ് ഹെയർ ഹാഡ് സേവ്ഡ് ഹിം ഫ്രം ദ ബൈറ്റ്സ് ദാറ്റ് വുഡ് ഹാവ് ബീൻ ഫേറ്റൽ ടു അതേഴ്സ്. സാധാരണ ഈ പറയുന്ന മംഗൂസിൻ്റെ ശരീരത്തിലുള്ള കട്ടിയുള്ള രോമങ്ങളാണ് പലപ്പോഴും ഈ കോബ്രയിൽ നിന്നോ അല്ലെങ്കിൽ പാമ്പുകളിൽ നിന്നുള്ള കടികളിൽ നിന്ന് അവരെ രക്ഷിക്കുന്നത്. The combatants were unaware of my presence in the banyan tree. ഞാൻ ആ ആൽമരത്തിൻ്റെ മുകളിൽ ഉണ്ടെങ്കിൽ പോലും ആ യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന ആ പാമ്പും കീരിയുമൊന്നും ഞാൻ അവിടെ ഇരിക്കുന്നത് അറിഞ്ഞില്ല. They soon became aware of the arrival of 2 other spectators. പക്ഷേ ആ യുദ്ധം കാണാൻ വേണ്ടി 2 കാഴ്ചക്കാർ കൂടി അവിടേക്ക് വന്നിരുന്നു. അവരങ്ങോട്ടേക്ക് വന്നത് ഈ പറയുന്ന യുദ്ധം ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലായി. One was മൈന. ഒരു മൈനയായിരുന്നു ഒന്നാമത്തെ ആൾ. ആൻഡ് ദ അതർ എ ജംഗിൾ ക്രോ. രണ്ടാമത്തത് ഒരു കാക്കയായിരുന്നു. നോട്ട് ദ വില്ലി അർബൻ ക്രോ.
പ്രത്യേകം പറയുന്നുണ്ട്, നമ്മുടെ നാട്ടിലൊന്നും കാണപ്പെടുന്ന പോലുള്ള കാക്കകളല്ല, ഒരു ലൈക്ക് ജംഗിൾ ക്രോ, ഒരു കാട്ടുകാക്കയാണ് അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ദേ ഹാഡ് സീൻ ദീസ് പ്രിപ്പറേഷൻസ് ഫോർ ബാറ്റിൽ. അങ്ങനെ അവർ അവിടെ ഇരുന്നു കൊണ്ട് ഈ ഒരു ബാറ്റിലിൻ്റെ യുദ്ധത്തിന് മുൻപുള്ള ആ ഒരു എതിരാളികളുടെ തയ്യാറെടുപ്പുകളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ഹാഡ് സെറ്റിൽഡ് ഓൺ ദ കാക്ടസ് ടു വാച്ച് ദ ഔട്ട്കം. അവിടെ ഉണ്ടായിരുന്ന കള്ളിമുൾ ചെടികൾക്ക് മുകളിലായിരുന്നു അവരിരുന്നത്. എന്താണ് ആ യുദ്ധത്തിൻ്റെ അവസാനം, അല്ലെങ്കിൽ ആരാണ് വിജയിക്കാൻ വേണ്ടി പോകുന്നത് എന്നൊക്കെ കാണാൻ വേണ്ടിയായിരുന്നു അവിടെ ഇരുന്നത്. ഹാഡ് ദേ ബീൻ കണ്ടൻറ്റ് ഓൺലി ടു വാച്ച്. സത്യത്തിൽ അവരങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് ആ യുദ്ധം കാണുക എന്ന് പറയുന്ന ലക്ഷ്യത്തോടു കൂടി മാത്രമായിരുന്നില്ല. ഓൾ വുഡ് ഹാവ് ബീൻ വെൽ വിത്ത് ബോത്ത് ഓഫ് ദം. അതായത് ആ പാമ്പിനെ കൊത്തിയെടുത്തുകൊണ്ട് പോയിട്ട് ഭക്ഷണമാക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യം കൂടി, ആ യുദ്ധത്തിൽ പങ്കെടുത്ത് ആ ഒരു പാമ്പിനെ കൊത്തിക്കൊണ്ടുപോയി ഭക്ഷണമാക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യം കൂടിയിട്ട് അങ്ങോട്ടേക്ക് വന്നിരുന്ന ആ ഒരു ലൈക്ക് നമ്മളുടെ ക്രോയ്ക്കും മൈനയ്ക്കും ഉണ്ടായിരുന്നു. ദ കോബ്ര സ്റ്റുഡ് ഓൺ ഡിഫെൻസീവ്, സ്വേയിങ് സ്ലോലി ഫ്രം സൈഡ് ടു സൈഡ്. നമ്മുടെ പാമ്പ്, ആ ഒരു കോബ്ര യുദ്ധത്തിന് റെഡിയായി ഒരു പ്രതിരോധത്തിൻ്റെ രൂപത്തിൽ അങ്ങനെ നിൽക്കുകയായിരുന്നു. സ്വേയിങ് സ്ലോലി ഫ്രം സൈഡ് ടു സൈഡ്. അതിൻ്റെ ആ ഒരു തല അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിച്ചുകൊണ്ടായിരുന്നു അവനവിടെ നിന്നത്. ട്രൈങ് ടു മെസ്മറൈസ് ദ മങ്കൂസ് ഇൻ ടു മാർക്കിംഗ് ഫോൾസ് മൂവ്. അപ്പോൾ ആ ഒരു ഹെഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ആ ഒരു മങ്കൂസിനെ പറ്റിക്കാൻ വേണ്ടി, അതിനെ ഒന്ന് ചീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ആ തല അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തിരുന്നത്. ബട്ട് ദ മങ്കൂസ് ന്യൂ ദ പവർ ഓഫ് ഹിസ് ഓപ്പോണൻസ് ഗ്ലാസി. പക്ഷേ നമ്മളുടെ മങ്കൂസ് വളരെ ക്ലെവറാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ ശത്രുവിൻ്റെ കഴിവ് എന്താണെന്നുള്ളത് മങ്കൂസിന് നന്നായിട്ട് അറിയാമായിരുന്നു. അൺവിങ്കിങ് ഐസ് ആൻഡ് റെഫ്യൂസ് ടു മീറ്റ് ദം. കണ്ണൊന്നും ചിമ്മാതെ അവൻ ആ പത്തിയിലേക്ക് നോക്കാതെ, ആ ഹുഡിലേക്ക് നോക്കാതെ നിന്നു. കാരണം ഹുഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു എന്താ പറയുക, ഫോൾസ് മൂവാണ് അവൻ നടത്തുന്നതെന്ന് മനസ്സിലാവും. ഇൻസ്റ്റെഡ് ഹി ഫിക്സ്ഡ് ഹിസ് ഗെയ്സ് അറ്റ് ദ പോയിന്റ് ജസ്റ്റ് ബിലോ ദ കോബ്രാസ് ഹുഡ്. ആ കോബ്രയുടെ ഹുഡിന് താഴേക്കാണ് അവൻ നോക്കിക്കൊണ്ട് നിന്നത്. ആൻഡ് ഓപ്പൺ ദ അറ്റാക്ക്. എന്നിട്ട് യുദ്ധം തുടങ്ങി വെക്കുകയും ചെയ്തു. മൂവിങ് ഫോർവേഡ് ക്വിക്ലി അൺടിൽ ഹി വാസ് ജസ്റ്റ് വിത്തിൻ ദ കോബ്രാസ് റീച്ച്. വളരെ അടുത്തേക്ക്, ആ കോബ്രയുടെ അടുത്തേക്ക് അവൻ ചെന്നു. പക്ഷേ കോബ്രയ്ക്ക് എത്താത്ത ദൂരത്തിലാണ് അവൻ നിന്നത്. ഹി മെയ്ഡ് എ ഫെയിൻ ടു വൺ സൈഡ്. ഒരു വശത്തേക്ക് ചെരിഞ്ഞു വീഴുന്നതായിട്ട് അവൻ അഭിനയിച്ചു. ഇമ്മീഡിയറ്റ്ലി ദ കോബ്ര സ്ട്രക്ക്. പെട്ടെന്ന് കോബ്ര അറ്റാക്ക് ചെയ്യുകയും ചെയ്തു. ദ ഗ്രേറ്റ് ഹുഡ് കെയിം ഡൗൺ സോ സ്വിഫ്റ്റ്ലി ദാറ്റ് ഐ തോട്ട് നത്തിങ് കുഡ് സേവ് ദ മങ്കൂസ്. ആ ഒരു പാമ്പിൻ്റെ കൊത്ത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നിനും ഇനി ആ മങ്കൂസിനെ രക്ഷിക്കാൻ വേണ്ടി കഴിയില്ല എന്നാണ് ഞാൻ കരുതിയത്. ബട്ട് ദ ലിറ്റിൽ ഫെലോ ജംപ് നീറ്റ്ലി ടു വൺ സൈഡ്. പക്ഷേ ആ മങ്കൂസ് മറ്റൊരു സൈഡിലേക്ക് ചാടി വീഴുകയും ആൻഡ് ഡാർട്ടഡ് ഇൻ ആസ് സ്വിഫ്റ്റ്ലി ആസ് ദ കോബ്ര, ബൈറ്റിംഗ് ദ സ്നേക്ക് ഓൺ ദ ബാക്ക് ആൻഡ് ഡാർട്ടിംഗ് എവേ എഗെയിൻ ഔട്ട് ഓഫ് റീച്ച്. പക്ഷേ പാമ്പിൻ്റെ പിറകുവശത്തേക്ക് ചാടി വീണ് ആ പാമ്പിൻ്റെ പിറകിലൊരു കടിയൊക്കെ കൊടുത്ത ശേഷം കുറച്ചുകൂടി ദൂരത്തേക്ക് അവൻ മാറി നിന്നു. ദ മൊമെന്റ് ദ കോബ്ര സ്ട്രക്ക്, ദ ക്രോ ആൻഡ് മൈന ഹേൾഡ് ദംസെൽഫ് അറ്റ് ഹിം. ഈ ഒരു പാമ്പ് സ്ട്രൈക്ക് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞപ്പം ആ ഒരു ക്രോയും മൈനയും ആ പാമ്പിനെ കൊത്തിയെടുക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പറന്നു ചെന്നു. ഓൺലി ടു കൊളൈഡ് ഹെവ്ലി ഇൻ ദ മിഡ് എയർ. പക്ഷേ അവർ രണ്ടുപേരും ആ ഒരു കൂട്ടിയിടി സംഭവിക്കുകയും ഷ്രീക്കിംഗ് അറ്റ് ഈച്ച് അതർ, എന്നിട്ട് കരഞ്ഞുകൊണ്ട് റിട്ടേൺ ടു ദ കാക്ടസ് പ്ലാന്റ്, ആ ഒരു കള്ളിമുൾ ചെടിയുടെ മുകളിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് ബ്ലഡ് ഗ്ലിസൻഡ് ഓൺ ദ കോബ്രാസ് ബാക്ക്. ആ ഒരു കടി കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് കോബ്രയുടെ ശരീരത്തിൽ ചോരപ്പാടുകളൊക്കെ അല്ലെങ്കിൽ ചോരത്തുള്ളികളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ തിളങ്ങുന്നുണ്ടായിരുന്നു. ദ കോബ്ര സ്ട്രക്ക് അഗെയിൻ ആൻഡ് മിസ്ഡ്. രണ്ടാമത്തെ പ്രാവശ്യവും കോബ്ര മങ്കൂസിനെ കൊത്താൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ ഇപ്രാവശ്യവും മിസ്സായി. അഗെയിൻ ദ മങ്കൂസ് സ്പ്രാങ് എസൈഡ്, ജംപ്ഡ് ഇൻ ആൻഡ് ബിറ്റ്. ഇപ്രാവശ്യവും നമ്മളുടെ മങ്കൂസ് ഒരു സൈഡിലേക്ക് ചാടി മാറി. എന്നിട്ട് പാമ്പിൻ്റെ ശരീരത്തിൽ ഒരു കടി കൂടെ കൊടുത്തു. അഗെയിൻ ദ ബേർഡ്സ് ഡൈവ്ഡ് അറ്റ് ദ സ്നേക്ക്, ബംപ്ഡ് ഇൻ ടു ഈച്ച് അതർ ഇൻസ്റ്റെഡ് ആൻഡ് റിട്ടേൺ ഷ്രീക്കിംഗ് ടു ദ സേഫ്റ്റി ഓഫ് ദ കാക്ടസ്. വീണ്ടും ആ പക്ഷികൾ രണ്ടുപേരും പറന്നു വന്നു. രണ്ടുപേരും കൂട്ടിയിടിച്ചു. ശബ്ദമുണ്ടാക്കിക്കൊണ്ട് വീണ്ടും പറന്ന് ആ ഒരു കാക്ടസ് പ്ലാന്റിൻ്റെ മുകളിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. ദ തേർഡ് റൗണ്ട് ഫോളോഡ് ദ സെയിം കോഴ്സ് അറ്റ് ദ ഫസ്റ്റ് ബട്ട് വിത്ത് വൺ ഡ്രമാറ്റിക് ഡിഫറൻസ്. അങ്ങനെ മൂന്നാമത്തെ റൗണ്ടിലും സംഭവിച്ചത് ആദ്യത്തെ 2 റൗണ്ടുകളിൽ സംഭവിച്ചത് തന്നെയായിരുന്നു. പക്ഷേ ഇവിടെ ഒരു ഡ്രമാറ്റിക് ഡിഫറൻസ്, ഒരു ചെറിയ വ്യത്യാസം അവിടെ ഉണ്ടായിരുന്നു. ദ ക്രോ ആൻഡ് മൈന സ്റ്റിൽ ഡിറ്റർമൈൻഡ് ടു ടേക്ക് പാർട്ട് ഇൻ ദ പ്രൊസീഡിങ്സ്. നമ്മുടെ ക്രോയും മൈനയും അവർ രണ്ടുപേരും വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ആ യുദ്ധത്തിൽ പങ്കാളികളാകാൻ തന്നെ അവർ തീരുമാനിച്ചു. ഡൈവ്ഡ് അറ്റ് ദ കോബ്ര. അങ്ങനെ ആ പാമ്പിനെ കൊത്തിയെടുക്കാൻ വേണ്ടി വീണ്ടും അവർ പറന്നു ചെന്നു. ബട്ട് ദിസ് ടൈം ദേ മിസ്ഡ് ഈച്ച് അതർ ആസ് വെൽ ആസ് ദെയർ മാർക്ക്. പക്ഷേ ഇപ്രാവശ്യം അവർ രണ്ടുപേരും കൂട്ടിയിടിച്ചില്ല. അതോടൊപ്പം ആ പാമ്പിനെ കൊത്തിയെടുക്കാനും പറ്റിയില്ല. ദ മൈന ഫ്ലൂ ഓൺ ആൻഡ് റീച്ച്ഡ് ഇറ്റ്സ് പേർച്ച്. പക്ഷേ മൈന വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു പറന്നു. എന്നിട്ട് ആ കാക്ടസ് പ്ലാന്റിൻ്റെ മുകളിൽ വന്ന് ഇരിക്കുകയും ചെയ്തു.
ബട്ട് ദ ക്രോ ട്രൈ ടു പുൾ അപ്പ് ഇൻ ദ മിഡ് എയർ ആൻഡ് ടേൺ ബാക്ക്. പക്ഷേ കാക്ക തിരിച്ചു പറക്കാനുള്ള ഒരു ശ്രമം നടത്തിയെങ്കിൽ പോലും അതിന് സാധിച്ചില്ല. In the second that it took him to do this, the cobra whipped his head back, struck with a great force. അങ്ങനെ അവൻ തിരിച്ചു പറക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്ന സമയത്ത് കോബ്ര വളരെ വേഗത്തിൽ അവൻ്റെ ആ ഒരു ഗ്രേറ്റ് ഹുഡ് കൊണ്ട് ഒരു കൊത്ത് ഈ പറയുന്ന ക്രോയ്ക്ക് കൊടുക്കുകയും ചെയ്തു. ഹിസ് നൗ തഡിങ് അഗെയിൻസ്റ്റ് ദ ക്രോസ് ബോഡി. അങ്ങനെ ആ ഒരു പാമ്പിൻ്റെ വായ ആ ഒരു ക്രോയുടെ ശരീരത്തിൽ പതിക്കുകയും ചെയ്തു. ഐ സോ ദ ബേർഡ് ഫ്ലങ് നിയർലി 20 feet അക്രോസ് ദ ഗാർഡൻ. ആ പാമ്പിൻ്റെ കൊത്തുകൊണ്ട് ആ കാക്ക ഏകദേശം 20 അടിയോളം ദൂരത്തേക്ക് തെറിച്ചു വീണു. വേർ ആഫ്റ്റർ ഫ്ലട്ടറിങ് അബൌട്ട് ഫോർ എ വൈൽ, കുറച്ചു നേരം ചിറകിട്ടൊക്കെ അടിച്ചു. ഇറ്റ് ലേ സ്റ്റിൽ, എന്നിട്ടത് ചത്തുപോയി. ദ മൈന റിമൈൻഡ് ഓൺ ദ കാക്ടസ് പ്ലാന്റ്. മൈന ആ ഒരു കാക്ടസ് പ്ലാന്റിൻ്റെ മുകളിൽ തന്നെ ഇരുന്നു. വെരി വൈസ്ലി റിഫ്രൈൻ ഫ്രം ഇൻ്റർഫിയറിങ് അഗെയിൻ. വീണ്ടും ആ പാമ്പിനെ കൊത്തിയെടുക്കാൻ പോകാതെ വളരെ ബുദ്ധിശാലിയായി അത് ആ ഒരു കാക്ടസ് പ്ലാന്റിൻ്റെ മുകളിൽ തന്നെ ഇരുന്നു. ദ കോബ്ര വാസ് വീക്കനിങ്. കോബ്രയുടെ ശക്തി കുറഞ്ഞു വരികയായിരുന്നു. ആൻഡ് ദ മംഗൂസ് വാക്കിംഗ് ഫിയർലെസ്ലി അപ് ടു ഇറ്റ്. പക്ഷേ മംഗൂസ് ആണെങ്കിലോ അല്ലെങ്കിൽ വളരെ ധൈര്യത്തോടു കൂടിയിട്ട് അവൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ആ പാമ്പിൻ്റെ അടുത്തേക്ക് അങ്ങനെ പോകാൻ വേണ്ടി തുടങ്ങി. റേസ്ഡ് ഹിംസെൽഫ് ഓൺ ഹിസ് ഷോർട്ട് ലെഗ്. തൻ്റെ ചെറിയ കാലുകളിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആൻഡ് വിത്ത് എ ലൈറ്റനിങ് സ്നാപ്പ് ഹാഡ് ദ ബിഗ് സ്നേക്ക് ബൈ ദ സ്നൗട്ട്. ആ വലിയ പാമ്പിനെ അവൻ്റെ ആ ചെറിയ വായ കൊണ്ട് ഒരു കടിയും കൂടി അവൻ കൊടുത്തു. ആൻഡ് ദ കോബ്ര വിതേർഡ്. ആ കടി കിട്ടിക്കഴിഞ്ഞപ്പോൾ പാമ്പ് പിടയാൻ വേണ്ടി തുടങ്ങി. ആൻഡ് ലാസ്റ്റ് അബൌട്ട് ഇൻ ദ ഫ്രൈറ്റനിങ് മാനർ. പേടിച്ചിട്ട് അവൻ്റെ ശരീരമൊക്കെ ഇട്ട് അടിക്കാൻ വേണ്ടി തുടങ്ങി. ആൻഡ് ഈവൻ കോയിൽഡ് ഇറ്റ് സെൽഫ് അബൌട്ട് ദ മംഗൂസ് ബട്ട് ഓൾ ടു നോ അവെയിൽ. അവൻ്റെ ശരീരം, ആ ഒരു പാമ്പിൻ്റെ ശരീരം ആ ഒരു മംഗൂസിൻ്റെ ശരീരത്തിന് മുകളിൽ ചുറ്റി വരിഞ്ഞു. പക്ഷേ എന്നിട്ടും ഒരു കാര്യവും ഉണ്ടായില്ല. ദ ലിറ്റിൽ ഫെലോ ഹങ് ഗ്രിംലി ഓൺ. നമ്മളുടെ ആ ഒരു മംഗൂസ് വളരെ ശക്തിയായിട്ട് ഒരു കടി കൂടെ കൊടുത്തു. അൺടിൽ ദ സ്നേക്ക് ഹാഡ് സീസ്ഡ് സ്ട്രഗിൾ. അങ്ങനെ അവസാനം ആ ഒരു കോബ്ര ചത്തു വീഴുകയും ചെയ്തു. ഹി ദെൻ സ്മെൽറ്റ് അലോങ് ഇറ്റ്സ് ക്യൂറിങ് ലെങ്ത്. അങ്ങനെ ചത്തു കിടക്കുന്ന ആ ഒരു കോബ്രയുടെ ശരീരത്തിന് ചുറ്റും മണത്തുകൊണ്ട് നമ്മളുടെ മംഗൂസ് ഇങ്ങനെ നടക്കാൻ വേണ്ടി തുടങ്ങി. ആൻഡ് ഗ്രിപ്പിംഗ് ഇറ്റ് റൗണ്ട് ദ ഹുഡ്. ആ ഒരു പത്തിയിൽ ആ ഹുഡിൽ കടിച്ചു പിടിച്ചുകൊണ്ട് ഡ്രാഗ്ഡ് ഇറ്റ് ഇൻ ടു ദ ബുഷസ്. ചെടികൾക്കിടയിലേക്ക് പാമ്പിൻ്റെ ശരീരം അവൻ വലിച്ചുകൊണ്ട് പോയി. ദ മൈന ഡ്രോപ്പ് കോഷ്യസ്ലി ടു ദ ഗ്രൗണ്ട്. നമ്മളുടെ മൈന ഈ യുദ്ധമൊക്കെ കഴിഞ്ഞപ്പോൾ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ആ ഗ്രൗണ്ടിലേക്ക് താഴത്തേക്ക് അവൻ വന്നു. ഹോപ്ഡ് അബൌട്ട്. എന്നിട്ട് ചാടി വന്നിട്ട് പിയേർഡ് ഇൻ ടു ദ ബുഷസ് ഫ്രം ദ സേഫ് ഡിസ്റ്റൻസ്. ഒരു സേഫ് ഡിസ്റ്റൻസിൽ നിന്നുകൊണ്ട് ആ ബുഷസിൻ്റെ ആ ചെടികൾക്കിടയിലേക്ക് അവൻ ഇങ്ങനെ ഒന്ന് നോക്കി. ആൻഡ് ദെൻ വിത്ത് എ ഷ്രിൽ ക്രൈ ഓഫ് കൺഗ്രാജുലേഷൻ ഫ്ലൂ അവേ. എന്നിട്ട് ഒരു കൺഗ്രാജുലേഷൻ ശബ്ദമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് അവിടെ നിന്ന് പറന്നു ചെന്നു. വെൻ ഐ ഹാഡ് ഓൾസോ മെയ്ഡ് എ കോഷ്യസ് ഡിസെൻറ്റ് ഫ്രം ദ ട്രീ ആൻഡ് റിട്ടേൺ ടു ദ ഹൗസ്. അങ്ങനെ യുദ്ധമൊക്കെ കണ്ടു കഴിഞ്ഞ നമ്മളുടെ കുട്ടി ആ ആൽമരത്തിൻ്റെ മുകളിൽ നിന്ന് വളരെ ശ്രദ്ധയോടുകൂടി താഴേക്ക് ഇറങ്ങി വന്നു. എന്നിട്ട് നേരെ ആ ഒരു വീട്ടിലേക്ക് അവൻ തിരിച്ചു പോവുകയും ചെയ്തു. ആൻഡ് ഐ ടോൾഡ് ഗ്രാൻഡ് ഫാദർ ഓഫ് ദ ഫൈറ്റ് ഐ ഹാഡ് സീൻ. വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ കുട്ടി തൻ്റെ ഗ്രാൻഡ് ഫാദറിനോട് അവൻ കണ്ട ആ യുദ്ധത്തെക്കുറിച്ച് അവൻ വിശദീകരിക്കുകയും ചെയ്തു. ഹി വാസ് പ്ലീസ്ഡ് ദാറ്റ് ദ മംഗൂസ് ഹാഡ് വോൺ. ആ യുദ്ധത്തിൽ മംഗൂസ് വിജയിച്ചു എന്നറിഞ്ഞപ്പോൾ ഗ്രാൻഡ് ഫാദറിന് വല്ലാത്ത സന്തോഷം തോന്നി. ആൻഡ് ഹി ഹാഡ് എൻകറേജ്ഡ് ഇറ്റ് ടു ലിവ് ഇൻ ദ ഗാർഡൻ. അങ്ങനെ ആ ഒരു മംഗൂസിനെ ഗാർഡനിൽ തന്നെ വളർത്താൻ വേണ്ടി അദ്ദേഹം തീരുമാനിച്ചു. ടു കീപ്പ് അവേ ദ സ്നേക്സ്. ഇനി പാമ്പുകൾ വന്നു കഴിഞ്ഞാൽ അതിനെയൊക്കെ തുരത്താൻ വേണ്ടി, അതിനെയൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ട് ആ മംഗൂസ് അവിടെ ഉള്ളത് നല്ലതാണ് എന്ന് ഗ്രാൻഡ് ഫാദറിന് തോന്നി. ആൻഡ് ഫെഡ് ഇറ്റ് റെഗുലർലി വിത്ത് ദ സ്കാർപ്സ് ഫ്രം ദ കിച്ചൺ. ആ കിച്ചണിൽ ബാക്കി വന്നിരുന്ന വേസ്റ്റ് ഫുഡൊക്കെ ആ ഒരു മംഗൂസിനെ കഴിക്കാൻ വേണ്ടി കൊടുക്കാനും തുടങ്ങി. ഹി ഹാഡ് നെവർ ട്രൈ ടു ടേമിങ് ഇറ്റ്. പക്ഷെ ഒരിക്കൽ പോലും ആ ഒരു മംഗൂസിനെ കെട്ടിയിടാൻ വേണ്ടി ഗ്രാൻഡ് ഫാദർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിന് കാരണം ബിക്കോസ് വൈൽഡ് മംഗൂസ് വാസ് മോർ യൂസ്ഫുൾ ദാൻ ഡൊമസ്റ്റിക്കേറ്റഡ് വൺ. വൈൽഡായിട്ടുള്ള വന്യമായിട്ടുള്ള ആ ഒരു മംഗൂസാണ് ഈ ഒരു പെറ്റായി വളർത്തുന്ന മംഗൂസിനേക്കാൾ നല്ലതെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. From the banyan tree, I often saw the mongoose patrolling the four corners of the garden. ഞാൻ പലപ്പോഴും ആ ഒരു ആൽമരത്തിൻ്റെ മുകളിൽ ഇരിക്കുന്ന സമയത്ത് ആ മംഗൂസ് ആ ഒരു ഗാർഡനിലൂടെ ഇങ്ങനെ ചുറ്റി നടക്കുന്നത് ഞാൻ കാണാറുണ്ടായിരുന്നു. ആൻഡ് വൺസ് ഐ സോ ഹിം വിത്ത് ആൻ എഗ് ഇൻ ഹിസ് മൗത്ത്. ഒരു പ്രാവശ്യം ഞാൻ കണ്ടതോ ഒരു മുട്ടയൊക്കെ കടിച്ചുകൊണ്ട് പോകുന്ന മംഗൂസിനെ ആയിരുന്നു. ആൻഡ് ന്യൂ ഹി ഹാഡ് ബീൻ ഇൻ ദ പൗൾട്രി ഹൗസ്. കോഴി ഫാമിൽ കയറിയിട്ട് അവിടെ നിന്ന് എടുത്ത മുട്ടയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ബട്ട് ഹി ഹാഡിൻ ഹാം ദ ബേർഡ്സ്. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന പക്ഷികളെയൊന്നും അവൻ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ഐ ന്യൂ ഗ്രാൻഡ് മദർ വുഡ് ഫോർഗീവ് ഹിം ഫോർ സ്റ്റീലിംഗ് ആസ് ലോങ് ആസ് ഹി കെപ്റ്റ് ദ സ്നേക്സ് അവേ ഫ്രം ദ ഹൗസ്. എനിക്കറിയാമായിരുന്നു ഇത് ഞാനിപ്പോൾ ഗ്രാൻഡ് മദറിനോട് പറഞ്ഞു കഴിഞ്ഞാലും അവരതിന് മാപ്പ് കൊടുക്കും. കാരണം പാമ്പുകളെയൊക്കെ ഇങ്ങനെ മാറ്റി നിർത്തുന്നത് അല്ലെങ്കിൽ പാമ്പുകളോടൊക്കെ ഫൈറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവനൊരു മാപ്പ് കൊടുക്കാൻ ഗ്രാൻഡ് മദർ റെഡിയായിരുന്നു.
The banyan tree was also a setting for what we were to call a strange case of grey squirrel and white rat. ആ ആൽമരം എന്ന് പറയുന്നത് വളരെ അസാധാരണമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളൊരു സ്ഥലമാണ്. ഗ്രേ സ്ക്വിറലും വൈറ്റ് റാറ്റും തമ്മിലുള്ളൊരു റിലേഷനൊക്കെ തുടങ്ങിയത് ആ ആൽമരത്തിലായിരുന്നു. The white rat was grandfather's. He had bought it from the bazaar for 4 annas. വൈറ്റ് റാറ്റ് എന്ന് പറയുന്നത് ഗ്രാൻഡ് ഫാദറിൻ്റെതായിരുന്നു. അദ്ദേഹം ബസാറിൽ നിന്ന്, മാർക്കറ്റിൽ നിന്ന് 4 അണ കൊടുത്ത് വാങ്ങിയതായിരുന്നു. ബട്ട് ഐ വുഡ് ഓഫ്റ്റൻ ടേക്ക് ഇറ്റ് വിത്ത് മീ ഇൻ ടു ദ റൂട്ട്സ് ആൻഡ് ബ്രാഞ്ചസ് ഓഫ് ദ ഓൾ ട്രീ. പക്ഷേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആൽമരത്തിലേക്ക് പോകുന്ന സമയത്ത് ആ വെളുത്ത എലിയെ ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാറുണ്ടായിരുന്നു. ബനിയൻ ട്രീ വെർ ഇറ്റ് സൂൺ സ്ട്രക്ക് അപ്പ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് വൺ ഓഫ് ദ സ്ക്വിറൽസ്. അങ്ങനെ ആ ആൽമരത്തിലേക്ക് പോയി അവിടെ ഉണ്ടായിരുന്ന ഒരു ഗ്രേ സ്ക്വിറലുമായിട്ട് നമ്മളുടെ ആ ഒരു വൈറ്റ് റാറ്റ് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുകയും ചെയ്തു. They would go off together on little excursions among the branches. പിന്നീട് അവർ മാത്രമായിട്ട് ആൽമരത്തിൻ്റെ ബ്രാഞ്ചസിലൂടെ പലപ്പോഴും യാത്രകളൊക്കെ നടത്തിയിരുന്നു. Then the squirrel started building a nest. അങ്ങനെ പതുക്കെ ആ ഒരു സ്ക്വിറൽ ഒരു വീടൊക്കെ അല്ലെങ്കിൽ ഒരു കൂടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. അറ്റ് ഫസ്റ്റ് ഷീ ട്രൈ ടു ബിൽഡിങ് ഇറ്റ് ഇൻ മൈ പോക്കറ്റ്സ്. ആദ്യം ആ ഒരു സ്ക്വിറൽ ആ ഒരു വീട് അല്ലെങ്കിൽ ആ കൂട് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയത് എൻ്റെ പോക്കറ്റിലായിരുന്നു. ആൻഡ് വെൻ ഐ വെൻ ടു ഇൻഡോഴ്സ് ആൻഡ് ചേഞ്ച് മൈ ക്ലോത്ത്സ് ഐ വുഡ് ഫൈൻഡ് സ്ട്രോ ആൻഡ് ഗ്രാസ് ഫാളിങ് ഔട്ട്. ഒരു ദിവസം ഞാൻ വീട്ടിലേക്ക് പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എൻ്റെ ആ ഷർട്ടിൻ്റെ പോക്കറ്റിൽ ഗ്രാസും അതുപോലെ തന്നെ വൈക്കോലിൻ്റെ കഷ്ണങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. ദെൻ വൺ ഡേ ഗ്രാൻഡ് മദേഴ്സ് നിറ്റിംഗ് വാസ് മിസ്സിങ്. ഒരു ദിവസം ഗ്രാൻഡ് മദറിൻ്റെ സൂചി കാണാതെയായി. വി ഹൺഡ്രഡ് ഫോർ ഇറ്റ് എവ്രിവെയർ ബട്ട് വിതൗട്ട് സക്സസ്. ഞങ്ങൾ എല്ലായിടത്തും അത് അന്വേഷിച്ച് നടന്നു, പക്ഷേ ഞങ്ങൾക്കത് കണ്ടുകിട്ടിയില്ല. നെക്സ്റ്റ് ഡേ ഐ സോ സംതിങ് ഗ്ലിൻറ്റിംഗ് ഇൻ ദ ഹോൾ ഇൻ ദ ബനിയൻ ട്രീ. പിറ്റേ ദിവസം ഞാൻ ആ ആൽമരത്തിലേക്ക് പോയപ്പം ആ ആൽമരത്തിൽ എന്തോ തിളങ്ങുന്നതായിട്ട് ഞാൻ കാണുകയുണ്ടായി. ഗോയിങ് അപ്പ് ടു ഇൻവെസ്റ്റിഗേറ്റ്, അതെന്താണെന്ന് കണ്ടെത്താൻ വേണ്ടി അത് ഞാൻ അന്വേഷിക്കാൻ വേണ്ടി ചെന്നു. ഐ സോ ദാറ്റ് ഇറ്റ് വാസ് എൻഡ് ഓഫ് ഗ്രാൻഡ് മദേഴ്സ് സ്റ്റീൽ നിറ്റിംഗ് നീഡിൽ. അവിടേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ട കാഴ്ച ഗ്രാൻഡ് മദറിൻ്റെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്ന ആ ഒരു നീഡിലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഓൺ ലുക്കിംഗ് ഫർദർ ഐ ഡിസ്കവേർഡ് ദാറ്റ് ദ ഹോൾ വാസ് ക്രാംഡ് വിത്ത് നിറ്റിംഗ്. ഞാൻ ഒന്നുകൂടി ആ ഹോളിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പം അതിൽ നിറയെ ഇതേപോലുള്ള നീഡിൽസ് ഉണ്ടായിരുന്നു. ആൻഡ് എമംഗ്സ് ദ വൂൾ, അതിൽ ഒരു പുതപ്പിൻ്റെ കഷ്ണവും ഉണ്ടായിരുന്നു. വെർ 3 ബേബി സ്ക്വിറൽസ് ഓൾ ഓഫ് ദം വൈറ്റ്. അതിലായിട്ട് ആ പുതപ്പിൻ്റെ കഷ്ണത്തിലായിട്ട് 3 വെളുത്ത നിറത്തിലുള്ള അണ്ണാൻ കുട്ടികളുണ്ടായിരുന്നു. ഗ്രാൻഡ് ഫാദർ ഹാഡ് നെവർ സീൻ വൈറ്റ് സ്ക്വിറൽസ് ബിഫോർ. അങ്ങനെ ഗ്രാൻഡ് ഫാദറിനെ വിളിച്ച് കാണിച്ചു കൊടുത്തു. ഗ്രാൻഡ് ഫാദർ ആണെങ്കിൽ ഇതിനു മുൻപ് വെളുത്ത നിറമുള്ള അണ്ണാൻ കുട്ടികളെ അല്ലെങ്കിൽ അണ്ണാനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് വി ഗേസ്ഡ് അറ്റ് ദം വണ്ടർ. വളരെ അത്ഭുതത്തോട് കൂടിയിട്ട് ഞങ്ങൾ അതിനെ നോക്കി നിന്നു. വി വർ പസിൽഡ് ഫോർ സം ടൈം. ഞങ്ങൾ ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. ബട്ട് വെൻ ഐ മെൻഷൻഡ് ദ വൈറ്റ് റാറ്റ്സ് ഫ്രീക്വൻറ്റ് വിസിറ്റ് ടു ദ ട്രീ, അപ്പോഴാണ് ഞാൻ ഗ്രാൻഡ് ഫാദറിനോട് പറഞ്ഞത് ഇടയ്ക്കിടയ്ക്ക് ആ വെളുത്ത എലിയെ ഞാൻ ഈ ആൽമരത്തിലേക്ക് കൊണ്ടുവരാറുണ്ടായിരുന്നു എന്ന കാര്യം ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്ത് ഞാൻ മെൻഷൻ ചെയ്തു. ഗ്രാൻഡ് ഫാദർ ടോൾ മീ ദാറ്റ് ദ റാറ്റ് മസ്റ്റ് ബി ദ ഫാദർ. അപ്പോൾ എൻ്റെ അടുത്ത് ഗ്രാൻഡ് ഫാദർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഈ വെളുത്ത അണ്ണാൻ കുട്ടികളുടെ അച്ഛൻ എന്ന് പറയുന്നത് ആ വെളുത്ത എലി ആയിരിക്കും. റാറ്റ്സ് ആൻഡ് സ്ക്വിറൽസ് വർ റിലേറ്റഡ് ടു ഈച്ച് അതർ. ബയോളജിക്കലി റാറ്റ്സും അതുപോലെ തന്നെ സ്ക്വിറൽസും ഒക്കെ ഒരേ വർഗ്ഗത്തിൽപ്പെടുന്ന ജീവികളാണ്. സോ ഹി സെഡ് നോ, സോ ഇറ്റ് വാസ് ക്വൈറ്റ് പോസിബിൾ ഫോർ ദം ഹാവ് ഓഫ്സ്പ്രിങ്സ്. അതുകൊണ്ട് തന്നെ അവർക്ക് കുട്ടികൾ ഉണ്ടാവുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. ഇൻ ദിസ് കേസ് വൈറ്റ് സ്ക്വിറൽസ്. ഇവിടെ സംഭവിച്ചത് വെളുത്ത നിറത്തിലുള്ള അണ്ണാൻ കുട്ടികളാണ് ഉണ്ടായത്. സോ ഡിയേഴ്സ്, അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ ഒരു ചാപ്റ്ററിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ലെസൺ ആണ്.